ഹലോ ഗൈസ്, പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന ഒരടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ദേവയാനി അനാമികയെ കാണാൻ വേണ്ടി അനാമികയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അനാമിക ടോയ്ലറ്റിലായിരിക്കും. അപ്പോൾ അനാമികയുടെ ഫോണിലേക്ക് രേവതി വിളിക്കുന്നുണ്ട് കേട്ടോ. കുറേ പ്രാവശ്യം റിങ് ചെയ്യുന്നത് കണ്ട് ദേവയാനി ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോൾ എടുത്ത ഉടൻ തന്നെ രേവതി പറയുന്നുണ്ട്, ഹലോ മോളെ, ദേവയാനി ചേച്ചി എന്ന ആ സ്വർണ്ണം ഉണ്ടല്ലോ, അത് ഇങ്ങോട്ടേക്ക് തന്നേക്ക് മോളെ, കുറച്ച് അത്യാവശ്യമുണ്ട്. അപ്പോഴേക്കും ബാത്റൂമിൽ നിന്ന് അനാമിക വരുന്നുണ്ട്. അയ്യോ വല്യമ്മേ, ഇതെൻ്റെ ഫോണല്ലേ, ആരാ വിളിക്കുന്നത്? ആ മോളെ, നിൻ്റെ ഫോണ് തന്നെയാ, കുറേ നേരമായി റിങ് അടിക്കുന്ന കണ്ടപ്പോൾ ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ശരി, ഇങ്ങ് തന്നേക്കെന്ന് പറഞ്ഞിട്ട് അനാമിക ഫോൺ വാങ്ങുന്നുണ്ട്. ദേവയാനി അവിടുന്ന് പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അനാമിക ചോദിക്കുകയാണ്, അയ്യോ മോളല്ലേ ഫോൺ എടുത്ത്? ഞാൻ മോളാണെന്ന് കരുതി ആ മാലയെക്കുറിച്ച് ദേവയാനിയോട് ചോദിച്ചു. അയ്യോ, അമ്മ എന്ത് പണിയായി കാണിച്ചത്, ഇനിയിപ്പോൾ അവർക്ക് സംശയാവില്ലേ? എന്നിട്ട് രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫോൺ കട്ടാക്കിയിട്ട് താഴേക്ക് പോകുന്നുണ്ട് ദേവയാനിയുടെ അടുത്തേക്ക്. എന്നിട്ട് വല്യമ്മേ എന്ന് വിളിച്ച് സ്നേഹത്തോടെയൊക്കെ ദേവയാനിയോട് സംസാരിക്കുന്നുമുണ്ട്. ഈ സമയത്ത് ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കള്ളി, പേരും കള്ളി, എന്നെ ഇത്രയും കാലം മയക്കി എടുത്തിരിക്കുമായിരുന്നു ഇവള്. എൻ്റെ നാനമോളെ പോലും ഞാൻ ഇവൾക്ക് വേണ്ടി തള്ളിപ്പറഞ്ഞു. ഈ ഒരു സമയത്ത് ദേവയാനി ചോദിക്കുകയാണ്, എന്താ നമികയെ, എന്താ കാര്യം? അല്ല വല്യമ്മ എൻ്റെ ഫോൺ എടുത്തരോ, അമ്മ എന്താ വല്യമ്മയോട് ചോദിച്ചേ? എന്തോ മാല കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് വല്യമ്മേ, എൻ്റെ ഒരു മാല പോളിഷ് ചെയ്യാൻ കൊണ്ടുപോകണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അതിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഹോ ഭാഗ്യം തന്നെ, വല്യമ്മയ്ക്ക് സംശയമൊന്നുമില്ല. അനാമിക അവിടുന്ന് പോയ ഉടൻ തന്നെ ദേവയാനി ചിന്തിക്കുന്നുണ്ട്, രേവതി പറഞ്ഞത് ഞാൻ വ്യക്തമായി കേട്ടതാ, അവൾക്ക് എന്തിനായിരിക്കും ആ മാല? അത് പോളിഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അത് പുതിയതല്ലേ. ഈ അനാമികയും രേവതിയും പേരും കള്ളികൾ തന്നെയാണ്. നയനയും നവ്യയും ആവർത്തിച്ച് പറഞ്ഞിരുന്നു, രേവതിയും വേണു അനാമികയും പേരും കള്ളന്മാരാന്നുള്ള കാര്യം. നമ്മളാരും അന്ന് വിശ്വസിച്ചിരുന്നില്ല. എന്തായാലും ഇവരെക്കുറിച്ചൊന്ന് അന്വേഷിച്ചേ പറ്റുമെന്ന് രേവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് നാനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോൾ എന്നോട് ക്ഷമിക്കണം. മോളെ അച്ഛനും അമ്മയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നില്ലേ ഞാൻ കാരണം. അതിൻ്റെ സത്യാവസ്ഥ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതൊന്നും സാരമില്ല അമ്മേ, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. മോളെ നായനെ, കഴിഞ്ഞ കാര്യമാണെങ്കിലും നിങ്ങളെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഉണങ്ങാതെ മുറിവായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ മാല മോഷ്ടിച്ചവരെ എനിക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം മോളെ. ഞാൻ പറഞ്ഞ അമ്മ വിശ്വസിക്കുമെന്നറിയില്ല. അത് ചെയ്തത് അനാമികയും അനാമികയുടെ വീട്ടുകാരുമാണ്. അവർ തന്നെയാണ് ആ സ്വർണ്ണം അടിച്ചു മാറ്റിയത്. അവരെ വീട്ടിലേക്ക് തന്നെയായിരിക്കും സ്വർണ്ണമൊക്കെ കൊണ്ടുപോയത്. അമ്മ അവൾക്ക് സ്വർണ്ണം കൊടുത്തതിൻ്റെ പിറ്റേന്ന് ഇവിടെ വന്നത് എൻ്റെ അച്ഛനും അമ്മയോ അവളെ അച്ഛനും അമ്മയാണ്. എൻ്റെ അച്ഛൻ തിരികെ പോകുമ്പോൾ കയ്യിലൊന്നുമില്ലായിരുന്നു. പക്ഷേ അവളെ അച്ഛനും അമ്മയും പോയപ്പോൾ 2-3 കവറുകൾ കയ്യിലുണ്ടായിരുന്നു. അതിൽ സ്വർണ്ണാഭരണങ്ങളാണെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.